സിറ്റി സ്കാൻ അപ്ഡേറ്റ്സിലേക്ക്. മൊബൈൽ ഫോണുകളുടെയും ഡിജിറ്റൽ ഗാഡ്ജറ്റുകളുടെയും മാസ് കളക്ഷനുമായി ഗൾഫോണിന്റെ 7ാമത്തെ ഷോറൂം മെയ് 20 വളാഞ്ചേരിയിലും മെയ് 30 വരെ നീണ്ടു നിൽക്കുന്ന ഗൾഫോൺ വളാഞ്ചേരിയുടെ ഉദ്ഘാടന ഓഫറിലൂടെ ഓരോ പർച്ചേസിനൊപ്പം നേടാം ഉറപ്പായ നിരവധി സമ്മാനങ്ങൾ. റേപ്പർ ബേബി ജിൻ ചീഫ് ഗസ്റ്റായി എത്തുന്ന ഗൾഫോൺ വളാഞ്ചേരിയുടെ ഗ്രാൻഡ് ഇനഗ്രേഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഗൾഫോൺ കോഴിക്കോട് റോഡ് നിയർ വിശാൽ മാർട്ട് വളാഞ്ചേരി. നിയമസഭയിലെ മികച്ച പാർലമെന്റേറിയനും മുസ്ലിം ലീഗിന്റെ ജനകീയ മുഖവുമായ അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ സംസ്ഥാന മന്ത്രിസഭയിലേക്ക്. MSFയിലൂടെ രാഷ്ട്രീയ അടിത്തറപ്പാകി മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി തിളങ്ങിയ മണ്ണാർക്കാട് മണ്ഡലത്തിൽ നിന്ന് തുടർച്ചയായി വിജയക്കൊടി പാറിച്ച ഷംസുദ്ദീന്റെ മന്ത്രി പദവിയിലേക്കുള്ള ഉയർച്ച അദ്ദേഹത്തിന്റെ ഭരണപാടവത്തിനും കഠിനാധ്വാനത്തിനുമുള്ള അംഗീകാരമാണ്. മലപ്പുറം ജില്ലയിലെ തിരൂർ വെട്ടം മുറിവഴിക്കൽ സ്വദേശിയായ എൻ ഷംസുദ്ദീൻ വിദ്യാർത്ഥി കാലഘട്ടത്തിൽ തന്നെ മികച്ചൊരു സംഘാടകനായി പേരെടുത്തിരുന്നു. പറവണ്ണ ഗവൺമെന്റ് ഹൈസ്കൂളിൽ സ്കൂൾ ലീഡറായി തുടങ്ങിയതാണ് ആ രാഷ്ട്രീയ യാത്ര. തുടർന്ന് തിരൂർ തുഞ്ചൻ മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജ്, തിരൂരങ്ങാടി PSMO കോളേജ് എന്നിവിടങ്ങളിൽ നിന്ന് 4 തവണ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ടു. 1991 കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെനറ്റ് അംഗമായി വിദ്യാർത്ഥികളെ പ്രതിനിധീകരിച്ചു. MSF മലപ്പുറം ജില്ലാ പ്രസിഡന്റ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നീ പദവികൾ മികച്ച രീതിയിൽ കൈകാര്യം ചെയ്ത അദ്ദേഹം പിന്നീട് മുസ്ലിം യൂത്ത് ലീഗിന്റെ മലപ്പുറം ജില്ലാ പ്രസിഡന്റായും സംസ്ഥാന ജനറൽ സെക്രട്ടറിയായും പ്രവർത്തിച്ചു. നിലവിൽ മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറിയും പാർട്ടി ദേശീയ വർക്കിംഗ് കമ്മിറ്റി അംഗവുമാണ്. 2005 മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടതോടെയാണ് ഷംസുദ്ദീന്റെ പാർലമെന്ററി രാഷ്ട്രീയത്തിന് തുടക്കമാകുന്നത്. പിന്നീട് 2011 ലീഗിന്റെ കോട്ടയായ മണ്ണാർക്കാട് മണ്ഡലത്തിൽ നിന്ന് കന്നി അംഗത്തിന് നിയോഗിക്കപ്പെട്ടു. CPIയിലെ വി ചാമുണ്ണിയെ പരാജയപ്പെടുത്തി ആദ്യമായി നിയമസഭയിലെത്തി. തുടർന്ന് 2016, 2021, ഒടുവിൽ 2026 പൊതു തെരഞ്ഞെടുപ്പിലും മണ്ണാർക്കാട് മണ്ഡലം ഷംസുദ്ദീനെ നെഞ്ചിലേറ്റി. ഓരോ തവണയും ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചുകൊണ്ടാണ് മണ്ണാർക്കാടിന്റെ വികസന നായകനായി അദ്ദേഹം മാറിയത്. കേരള നിയമസഭയിൽ നിന്ന് വഖഫ് ബോർഡ് പ്രതിനിധിയായും അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. നിയമനിർമ്മാണ സഭയിൽ കൃത്യമായ പഠനങ്ങളോടെയും അക്കാദമിക് മികവോടെയും സംസാരിക്കുന്ന ചുരുക്കം ചില നേതാക്കളിൽ ഒരാളാണ് അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ. BCom, MCom ബിരുദങ്ങൾക്കു ശേഷം കോഴിക്കോട് ഗവൺമെന്റ് ലോ കോളേജിൽ നിന്ന് LLB പൂർത്തിയാക്കിയ അഭിഭാഷകൻ കൂടിയായ അദ്ദേഹം സഭയിലെ സബ്മിഷനുകളിലും ബിൽ ചർച്ചകളിലും പ്രതിപക്ഷത്തിന്റെ ശക്തനായ പോരാളിയായിരുന്നു. കാർഷിക വനമേഖലകൾ അതിരിടുന്ന മണ്ണാർക്കാടിന്റെ പ്രാദേശിക പ്രശ്നങ്ങളും കുടിയേറ്റ കർഷകരുടെ ആകുലതകളും സഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിൽ അദ്ദേഹം എന്നും മുന്നിലുണ്ടായിരുന്നു. മുഹമ്മദ് കുട്ടിയുടെയും മറിയക്കുട്ടിയുടെയും മകനായി 1969 മെയ് 31 ഷംസുദ്ദീന്റെ ജനനം. KP റഫീദയാണ് ഭാര്യ. മകൾ ഷെഹർസാദ്. പ്രസംഗങ്ങളുടെ പരിഭാഷ, ലേഖന രചന തുടങ്ങിയ സാഹിത്യപരമായ കാര്യങ്ങളിലും സജീവ താല്പര്യമുള്ള വ്യക്തിയാണ് അദ്ദേഹം. യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ കേരളത്തിലുടനീളം വളർത്തിയെടുത്ത ജനകീയ ബന്ധവും ജനപ്രതിനിധി എന്ന നിലയിലുള്ള 15 വർഷത്തെ ഭരണപരിചയവും അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീന് മന്ത്രി എന്ന നിലയിലുള്ള പുതിയ പദവിയിൽ കരുത്താകും എന്നതിൽ സംശയമില്ല. ഷോപ്പിക വെഡിങ്സ്, ദ ബ്രൈഡൽ ലെഗസി.